കേരളം മാറുന്നതിന്റെ സൂചനയാണ് തന്റെ MP സ്ഥാനമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിയ പദവി ഈശ്വര നിശ്ചയമാണ്. തൃശൂരിന്റെ MP ആയ തന്റെ പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങില്ലെന്നും തമിഴ്നാടിന് വേണ്ടിയും പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ദിരാഗാന്ധി പരാമർശത്തിൽ തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഒരു പ്രായം എത്തുമ്പോൾ ഇങ്ങനെ ഒരു പദവിയിലെത്തുക എന്ന് പറയുന്നത് ഈശ്വര നിശ്ചയം മാത്രമാണെന്ന് പറയേണ്ടി വരും. ഈശ്വര നിശ്ചയത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ മാത്രമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്ക് പ്രചരണ വേദികളിൽ, ഞാൻ ഇല്ലാത്ത വേദികളിലും വന്ന് അവരുടെ ഹൃദയം അവിടുത്തെ സമ്മതിദായകരുമായി പങ്കുവെച്ച് അനേകം സംഘങ്ങളുണ്ട്. കേരളത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന, മാറി വരുന്ന മനസ്ഥിതിക്കുള്ള ആലിംഗനമായിട്ടാണ്. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, കേരളം മാറുന്നതിന്റെ സൂചനയായി സുരേഷ് ഗോപി ഇതിനെ വിലയിരുത്തുകയാണ്. എങ്ങനെയാണ് കേരളം മാറുന്നത്, കേരളത്തിന്റെ ചിന്തകൾ മാറുന്നത് എന്ന് അദ്ദേഹം പറയുന്നു? വീണ, കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് സുരേഷ് ഗോപി എത്തുന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കാര്യാലയവും വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പാണ് അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നത്. രാവിലെ 9:30 അദ്ദേഹം ജില്ലാ കാര്യാലയത്തിലും തുടർന്ന് സംസ്ഥാന ഓഫീസിലും എത്തുകയും ചെയ്തു. സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, PK കൃഷ്ണദാസ് അടക്കമുള്ളവരാണ് അദ്ദേഹത്തിനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തത്. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വിമർശനങ്ങളും ഒപ്പം തന്നെ ചില ആത്മവിശ്വാസങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. കേരളം മാറുകയാണ്, മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കുന്നത്. അതിന്റെ സൂചനയാണ് തന്റെ MP സ്ഥാനവും തുടർന്നുള്ള കേന്ദ്രമന്ത്രി പദവിയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വരും നാളുകളിൽ കൂടുതൽ താമരകൾ കേരളത്തിൽ വിരിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിയ പദവി അതൊരു ദൈവാനുഗ്രഹമാണ്, ഈശ്വര നിശ്ചയമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ തനിക്കായി പ്രവർത്തിച്ചവർക്ക് അദ്ദേഹം തലസ്ഥാനത്തെത്തിയും നന്ദി പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തൃശ്ശൂരിന്റെ MP ആയിരിക്കും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലായിരിക്കും തന്റെ പ്രവർത്തന മണ്ഡലമെങ്കിലും, പക്ഷേ കേരളത്തിന്റെ മുഴുവൻ ജില്ലകളുടെയും MP ആയും കേന്ദ്രമന്ത്രിയുമായി ആയിരിക്കും താൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തമിഴ്നാടിന് വേണ്ടിയും, തമിഴ്നാട്ടിലെ നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാടിന് വേണ്ടിയും താൻ ഒരു കേന്ദ്രമന്ത്രിയായും MP ആയും പ്രവർത്തിക്കും. അതിനുള്ള ആത്മധൈര്യം, ആത്മവിശ്വാസം പാർട്ടിയും സംഘടനകളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു തുറന്ന പറച്ചിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും സംസ്ഥാനത്ത് താമര വിരിയില്ല എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ ആത്മവിശ്വാസം നൽകുകയും NDA ക്യാമ്പുകൾക്ക് വരും നാളുകളിൽ കൂടുതൽ കരുത്ത് പകരുന്ന വാക്കുകൾ കൂടിയാണ് അദ്ദേഹം സംസ്ഥാന കാര്യാലയത്തിലെത്തി ജനങ്ങളാൽ തിരഞ്ഞെടുത്ത് പോയി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ചു വന്ന സുരേഷ് ഗോപിക്ക് നൽകാൻ കഴിയുന്ന വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ ഈ സ്ഥാനലബ്ധി തന്നെയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏത് തരത്തിലായിരുന്നു, പ്രവർത്തനം എങ്ങനെയാണ് ജനമനസ്സുകളിൽ ഇടം നേടാൻ കഴിഞ്ഞത് തുടർന്നതൊക്കെയും സാധാരണ പ്രവർത്തകർക്ക് പോലും വലിയ ഊർജ്ജമായി മാറാം. ആ തരത്തിൽ പാർട്ടിക്ക് വേണ്ട ഉപദേശങ്ങൾ കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ പങ്കുവച്ചോ? തീർച്ചയായും വീണ, അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് താമര വിരിയില്ല എന്ന് CPM-ഉം ഒപ്പം തന്നെ UDF-ഉം ഉറച്ച് പറഞ്ഞപ്പോൾ തൃശ്ശൂരിൽ ഒരു താമര വിരിയിക്കും. ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടൊരു MP കേരളത്തിൽ നിന്നും NDA-യുടെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് എത്തുന്നു. ആദ്യ MP എന്ന് തന്നെ അവകാശപ്പെടാം. അല്ലെങ്കിൽ ആത്മവിശ്വാസം NDA ക്യാമ്പുകൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് തന്നെയാണ്. കാരണം ഒരു മണ്ഡലത്തിൽ മാത്രമായി ആരും പ്രവർത്തനം ഏകോപിപ്പിക്കരുത്, അല്ലെങ്കിൽ പ്രവർത്തിച്ച് നിൽക്കരുത്. നമ്മൾ എല്ലാ മണ്ഡലത്തിലും എല്ലാവരുടെയും പ്രതിനിധിയായി വേണം, ജനപ്രതിനിധിയായി വേണം പ്രവർത്തിക്കേണ്ടത് എന്നൊരു ആത്മവിശ്വാസം കൂടിയാണ് അദ്ദേഹം പകർന്നു നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ തിരുവനന്തപുരത്ത് വളർന്ന ഒരാളാണ്. കൊല്ലമാണ് തന്റെ ജന്മദേശം. പക്ഷെ ആലപ്പുഴയിലും തൃശ്ശൂരിലും അടക്കം എല്ലാ നാട്ടിലും താൻ ഒരു പ്രാധാന്യം നൽകും, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ MP ആയി പ്രവർത്തിക്കും എന്നൊരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തിന്റെ ഗുണവും മണവുമുള്ള വ്യക്തിയാണ് താൻ. ദക്ഷിണ തിരുവനന്തപുരത്തിന് ചാർത്തിയാണ് താൻ MP ആയി പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചന നൽകുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനവുമായുള്ളതും
തലസ്ഥാനവുമായി ഉള്ളതും ഒരു പൂർണ്ണ ഉത്തരവാദിത്വവും കടമയും കൂടിയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കപ്പെടുകയും ഒപ്പം തന്നെ കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ മുഴുവൻ ഭാരതത്തിൽ മുഴുവൻ താൻ പ്രവർത്തനം നടത്തും, ഒപ്പം തന്നെ കേരളത്തെ ചേർത്ത് പിടിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കും സാധാരണ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് NDA, BJP, വിവിധ മോർച്ച പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ കൂടി തന്നെയാണ് നിയുക്ത അല്ലെങ്കിൽ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയുടെ വാക്കുകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം അദ്ദേഹം മുതിർന്ന BJP നേതാവ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന O രാജഗോപാലിനെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പൗരപ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ സന്ദർശിച്ച ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു ആത്മവിശ്വാസം ഊർജ്ജം നൽകുന്നതോടൊപ്പം മാധ്യമങ്ങൾക്ക് ചില നിയന്ത്രണവും അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഇന്ദിരാഗാന്ധി പരാമർശം, ഒപ്പം തന്നെ സംസ്ഥാനത്തിനായി പ്രവർത്തനങ്ങൾ നടത്തിയ കേന്ദ്രമന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞതിലടക്കം ചില വളച്ചൊടിക്കലുകൾ മാധ്യമങ്ങൾ നടത്തി. അത്തരം വളച്ചൊടിക്കൽ തന്നോട് വേണ്ട, അത് കേൾക്കാനുള്ള സമയം തനിക്കില്ല. അങ്ങനെ ഇനിയും തുടരുകയാണെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കും, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന കാര്യത്തിൽ താൻ ചില വിലക്കുകൾ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ ആ ഒരു അകലം പാലിക്കും എന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തത വരുത്തിയത് ശാലിനി. വീണ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ദിരാഗാന്ധി പരാമർശത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രയോഗത്തിൽ ഒരു രീതിയിലുമുള്ള തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ പറഞ്ഞത് K. കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവാണ്, സ്വാഭാവികമായും കോൺഗ്രസിന്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ്. പക്ഷേ പലരും അതിനെ ഭാരതത്തിന്റെ മാതാവാക്കി താൻ പറഞ്ഞു എന്ന രീതിയിൽ വളച്ചൊടിച്ച് ചിത്രീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം വിമർശനാത്മകമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാധ്യമങ്ങൾ നൽകാൻ പാടില്ലായിരുന്നു. തെറ്റായി മാധ്യമങ്ങൾ ഈ വാർത്ത, എല്ലാ മാധ്യമങ്ങളെയും അല്ല, ചില മാധ്യമങ്ങൾ അത് തെറ്റായി പ്രചരിപ്പിച്ചു. ഇത്തരം കാര്യങ്ങൾ താൻ മുഖവിലക്കെടുക്കില്ല. മാധ്യമങ്ങളെ നിലവിൽ ഇതുവരെ വിലക്കിയിട്ടില്ല. ഒരു കലാകാരൻ എന്ന നിലയിൽ പോലും താൻ ഇനി ആ വിലക്ക് ഏർപ്പെടുത്തേണ്ട സാഹചര്യം മാധ്യമങ്ങൾ തന്നെ സൃഷ്ടിക്കരുത് എന്നൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിലാണെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് താൻ അകലം പാലിക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. താൻ ഉദ്ദേശിക്കാത്തത് വെച്ച് തന്നെ ദ്രോഹിക്കാൻ ശ്രമം നടത്തുകയാണ്. അത് മാധ്യമങ്ങളിലെ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ട്, തന്നെ മനഃപൂർവ്വമായി ദ്രോഹിക്കാനും ചില വിമർശനങ്ങൾ നടത്താനുമായി ശ്രമം നടത്തുന്നുണ്ട്. അത് തന്നോട് വേണ്ട എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ആ സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതാണ്. കാരണം പരസ്യമായി തന്നെ പല പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പതിവ് രീതി ചില മാധ്യമങ്ങളെങ്കിലും മാറ്റി നിർത്തണം എന്നുള്ളതാണ് അദ്ദേഹം സ്നേഹത്തോടെയും ഒപ്പം തന്നെ ചില കരുതലോടുകൂടിയും മാധ്യമങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളച്ചൊടിക്കൽ തുടരുന്ന കാലത്ത് താൻ പറയുന്ന വാക്കുകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം നടത്തിയ ചില പരാമർശങ്ങളിൽ മാധ്യമങ്ങൾ വളച്ചൊടിക്കൽ നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിരൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് തലസ്ഥാനത്ത് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആദ്യഘട്ട പര്യടനം, ഈ കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യഘട്ട പര്യടനം പൂർത്തിയായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് കരുതിയാൽ പോലും അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അദ്ദേഹം ചെയ്തു തുടങ്ങുന്നത് അതിനുശേഷമായിരിക്കാം. സൂചനകൾ എന്തെങ്കിലും അദ്ദേഹം നൽകിയോ? അദ്ദേഹത്തിന് ആ തരത്തിൽ നിവേദനങ്ങളുമായൊക്കെ ആളുകൾ സമീപിക്കുകയും ചെയ്തോ? വീണ, നിലവിൽ അദ്ദേഹത്തിന് മറ്റ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളാണ് ചില ആളുകൾ അവിടെ എത്തി ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ഒക്കെ നൽകാൻ ശ്രമിച്ചത്. അത് ജില്ലാ കമ്മിറ്റികളാണ് വാങ്ങുകയൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തത്. പക്ഷേ നിലവിൽ അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം അടക്കമുള്ള കേരളത്തിന്റെ എല്ലാ ജില്ലകളിലെയും ടൂറിസം സാധ്യതകളെ പറ്റി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് ടൂറിസം വകുപ്പിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവിടെ സന്ദർശനം ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹം തിരികെ ഡൽഹിക്ക് പോകുന്നതിന് മുൻപ് തന്നെ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും സൂചനകളും നമുക്ക് വ്യക്തമാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട്. കരകുന്നടക്കമുള്ള മേഖലകളെ എങ്ങനെ ടൂറിസവുമായി ബന്ധിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. അത്തരത്തിൽ ടൂറിസം മേഖലയ്ക്ക് സമഗ്ര പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻപ് നമ്മൾ കണ്ടതാണ് കേരളത്തിന്റെ ടൂറിസം മേഖലയും ഒപ്പം തന്നെ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള സാധ്യതകളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വാനോളം പുകഴ്ത്തിയും ഒക്കെ തന്നെ ചെയ്തത്. ആ വാനോളം
അത്രത്തോളം പുകഴ്ത്തിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ അടക്കം കടമെടുത്തുകൊണ്ടും അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ കേരളത്തെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനും പരമാവധി ടൂറിസം കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് പരമാവധി ടൂറിസ്റ്റുകളെ വിദേശ സഞ്ചാരികളെ അടക്കം ആകർഷിക്കുന്ന രീതിയിൽ ഏകോപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം തിരികെ ഡൽഹിയിൽ എത്തിയ ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് ഏകോപനം നടത്തുക. ഇനി അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൂടുതൽ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഏകോപനവും ചർച്ചകളും പരിപാടികളും ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അനൌദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. വീണ. ഓക്കെ, ശരി ശാലിനി.